നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതം വലിയൊരു പരിവർത്തനത്തിന്, വലിയൊരു മാറ്റത്തിന് വിധേയമാവാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു സാമ്പത്തിക സ്ഥിരത വന്ന് ചേരുന്നതിന്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷേ ഇതുവരെയും നിങ്ങൾക്കതിലൊന്നും പൂർണ്ണമായിട്ടൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിർത്തി പോവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കിട്ടാതെ പോയ ആ ഒരു സാമ്പത്തിക പുരോഗതി, ആ ഒരു സാമ്പത്തിക നേട്ടമാണ് നിങ്ങളിലേക്ക് ഇനി എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ പല കാര്യങ്ങളും താൽക്കാലികമായിട്ട് ഒഴിവാക്കി നിർത്തേണ്ടി വന്നിട്ടുണ്ട് നിങ്ങളിൽ പലർക്കും. ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിലായാലും, അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നിറവേറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വന്ന് ചേരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ, വേണ്ടാന്ന് വെച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം നിങ്ങൾ എന്താണോ നഷ്ടപ്പെടുത്തിയത് അതൊക്കെ തിരികെ പിടിക്കാനുള്ള അവസരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതിലൂടെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ, സമാധാനം, സന്തോഷം ഇവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് മുന്നിൽ വളരെയധികം പക്വതയോടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ പെരുമാറുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. ഒരുപക്ഷെ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. ഒരുപാട് സങ്കടങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലായിരിക്കാം നിങ്ങളുള്ളത്. പക്ഷേ അതൊന്നും മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ സംസാര രീതിയിലായാലും പെരുമാറ്റ രീതിയിലായാലും എപ്പോഴും ഒരു എളിമ, ബഹുമാനമൊക്കെ നിങ്ങൾ നൽകാറുണ്ട്. നിങ്ങളുടെ പെരുമാറ്റ രീതികൾ കൊണ്ടൊക്കെ തന്നെ നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണ് എന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കുള്ളത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വീണ്ടും ഒരു തുടക്കം കുറിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളിലും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ഭയത്തോടെ സമീപിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നെങ്കിൽ അതിലേക്കൊക്കെ ഒരു മാറ്റം വരികയാണ്. ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും
മുമ്പ് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകളിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ശരി. പക്ഷേ നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്താനായിരിക്കും പലരും ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാഗം കേൾക്കാനോ നിങ്ങളെ വിശ്വസിക്കാനോ ആരും തയ്യാറായിരുന്നില്ലായിരിക്കാം. അപ്പോൾ അത്തരം സങ്കടങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു നീതി വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള ഒരു സത്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിരുന്നു ന്യായം എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരം സംഭവങ്ങളെ അല്ലെങ്കിൽ സങ്കടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. അതേപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നതാണ്. കൂടാതെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എടുത്തു ചാടി ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതെ നന്നായി ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു തീരുമാനം മൂലം ജീവിതത്തിൽ നല്ലത് കൊണ്ട് നൽകുന്നതാണ്. ധാരാളം നേട്ടങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നല്ല വാർത്തകൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ, മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. ഭഗവാൻ നിങ്ങൾക്ക് നൽകിയ ഈ ഒരു സന്ദേശത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക. ഈ അനുഗ്രഹങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ നല്ലത് വന്നു ചേരുമെന്ന ശുഭപ്രതീക്ഷ എപ്പോഴും മനസ്സിലുണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.